വിചാരണ കോടതിയുടെ ഈ പരാമർശം വസ്തുതാ വിരുദ്ധമെന്നാണ് അതിജീവിതയുടെ അഭിഭാഷക TB മിനി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്നത്. കോടതിക്ക് തന്നോട് വ്യക്തിവിരോധമുണ്ടാകും, പ്രോസിക്യൂട്ടറെ സഹായിക്കുന്നതിനൊപ്പം ആത്മാർത്ഥത കൂടി ഉള്ളതുകൊണ്ടാണ് താൻ കോടതിയിൽ പോയതെന്നും TB മിനി പറഞ്ഞു. കോടതി പറഞ്ഞ ഒട്ടും ശരിയല്ല. കാരണം ഞാൻ 10 ദിവസം എന്ന് പറഞ്ഞത് ചില പ്രോസിക്യൂട്ടറുടെ ലാസ്റ്റ് റിപ്ലൈയുടെ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണത് വരെ റെഗുലർലി ഞാൻ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെ അല്ല, ഞാൻ 1.5 വർഷമല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ ഇരിക്കുന്നത്. ആദ്യം സഞ്ജയ് എന്ന അഡ്വക്കേറ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ജൂനിയർ മാത്രം അവിടെ പോകുമായിരുന്നു. പക്ഷേ സാറ് പ്രോസിക്യൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വക്കാലത്തിടണം. ഞാൻ അതിന് വക്കാലത്തിടാൻ സമ്മതമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താ, എല്ലാ ദിവസവും അവിടെ പോയിരിക്കണ്ടേ. അത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരുന്നു. ഈ പ്രോസിക്യൂട്ടറോട് വല്ല ദിവസവും ഞാൻ എനിക്ക് എവിടെയെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് പോകാതിരുന്നത്. ഈ പ്രോസിക്യൂട്ടർ അവസാനം ഹിയറിങ്ങിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണം, റിപ്ലൈ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണം അന്ന് വരെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നതെല്ലാം ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെച്ചത്. ആ ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ മാസത്തിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെയാണ് അതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ട്. ആ ഡേറ്റുകളിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് പോകേണ്ട ആവശ്യവുമില്ല, അല്ലെങ്കിലും എനിക്കൊരു റോളുമില്ല. എൻ്റെ വർക്ക് ഇവിടെ സ്പോയിൽ ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയിട്ടിരിക്കുന്നത്. അത്രയും സീരിയസ് ആയിട്ട് എനിക്ക് വേറെ ഉപജീവന മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ വീട്ടിലും വേറെ വരുമാനമില്ല. ഇല്ല, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. കോടതിക്ക് ഇഷ്ടമുള്ളൊരു പരാമർശം നടത്തി, അത് എന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ് കോടതി ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അല്ലേ, നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾക്കല്ലേ നമ്മൾ കൂടുതൽ ചീത്ത പറയാ. അത്രയും കണ്ടാൽ മതി. എനിക്കതിൽ വേറെ പരാതിയില്ല, ഒന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. ഇനി പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എൻ്റെ കക്ഷി ഞാൻ തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ടഗ് ഓഫ് വാറിന് ഞാനില്ല, എനിക്ക് എൻ്റെ ആവശ്യവുമില്ല.